ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മിൽ വന്ന് നിറഞ്ഞ് 100, 60, 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ കന്യകാമാതാവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി വലിയൊരു ശക്തി, ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള വലിയൊരു അഭിഷേകവും കൃപയും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രവാചകനാണ്, വിശുദ്ധനായ പ്രവാചകനാണ് എസെക്കിയേൽ പ്രവാചകൻ. അതിന് പല കാരണങ്ങൾ ഉണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എസെക്കിയേൽ പ്രവാചകൻ്റെ അടുത്ത് ദൈവം പറയുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു. ദൈവം ഇങ്ങനെ എസെക്കിയേലിനോട് പറയുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. ഞാൻ ആലോചിക്കുക, ദൈവം വളരെയധികം സ്നേഹിക്കുന്ന ഈ പ്രവാചകനെ ദൈവം അയക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? കർത്താവിൻ്റെ വചനം കർത്താവ് എത്ര വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ? ഇതാ ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ കാര്യത്തിൽ കുറേ കൂടി താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ എപ്പോഴും ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു വേദനയാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾ ദൈവത്തെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ എല്ലാവരുടെയും വേദനയാണ്. എന്താ ചെയ്യുക അതിന്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ വചനം പറയുക, ഞാൻ നിന്നെ അവരുടെ അടുത്തേക്ക് അയക്കുന്നു. അവരെങ്ങനെയുള്ളവരാ? അവർ മർക്കട മുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. അവർ മർക്കട മുഷ്ടി, അതായത് ഒരു കാര്യം അവർ തീരുമാനിച്ചാൽ അവർ മാറ്റില്ല. ഈ കുരങ്ങന്മാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, മുഷ്ടി ചുരുട്ടി അകത്തേക്ക് കടത്തിയിട്ട് മുഷ്ടി തുറക്കാതെ പിറകോട്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുടങ്ങളും അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ടാണ് കുരങ്ങന്മാരെ പിടിക്കാമെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യുക എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കുരങ്ങന്മാർ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പിടിച്ചൊരു സംഗതിയെ അവർ ഒരിക്കലും പിന്നെ വിടില്ല. അത് പിടിച്ചിങ്ങനെ നിൽക്കും. അത് ആശയമാകട്ടെ, എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ജീവിതത്തിനടുത്ത് തീരുമാനമാകട്ടെ, ഒരിക്കലും അവരത് തെറ്റാണെന്നറിഞ്ഞാൽ, രക്ഷപ്പെടാൻ സാധ്യതയുള്ള കാര്യത്തിനെതിരെയുള്ള തീരുമാനമാണെന്ന് അറിഞ്ഞാൽ പോലും അവരത് മാറ്റില്ല. അതെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അത് മർക്കട മുഷ്ടി. അവരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമല്ല. കഠിന ഹൃദയർ, അതായത് വേറൊരാളുടെ കണ്ണുനീര് കൊണ്ട് യാതൊരു കാര്യമില്ല. അവനവിടെ ഇരുന്ന് കരയാന്നുള്ളൂ, അവർ നോക്കില്ല. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് ദൈവം വലിയ സ്നേഹത്തോടെ ഒരു പ്രവാചകനെ അയക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നവർ ഒരു പക്ഷേ ഇതുപോലുള്ള ആളുകളുടെ കൂടെ ആയിരിക്കും. മദ്യം മയക്കുമരുന്നും ഉപയോഗിച്ച് കുടുംബം തകർത്ത് കളഞ്ഞ ആളുകൾ എന്നോട് ചിലപ്പോൾ പറയാറുണ്ട്, അവൾ കാരണമാണ് അച്ചോ ഞാൻ കുടിക്കുന്നത്. എത്ര പറഞ്ഞാലും സ്വന്തം കുറ്റം കൊണ്ടാണ് അത് ഉണ്ടായതെന്ന് ഒരിക്കലും അവരത് തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ചിലപ്പോൾ ഭാര്യയോ അമ്മയോ സഹോദരിയോ സഹോദരനോ അപ്പനോ ഒക്കെ വന്ന് പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇവരുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു പോയച്ചോ, എനിക്ക് പറ്റുന്നില്ല,
ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാതിരുന്നൊരു വ്യക്തിയായിരുന്നു. ഒരു ഭാര്യ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു അച്ചോ. ഇയാളുടെ കൂടി എനിക്കിപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്ന പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരാളായിട്ട് മാറി. എനിക്ക് യാതൊരു വിധത്തിലുള്ള ആത്മനിയന്ത്രണവും ഇല്ലാത്ത ആളായി ഞാൻ മാറിക്കഴിഞ്ഞു അച്ചോ. കാരണം ഇയാളുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടാണ്. അപ്പോൾ നോക്കിയാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇതൊരു വിളിയാണ്. ചില ഭർത്താക്കന്മാരുടെ, ചില മക്കൾ, ചില പ്രിയപ്പെട്ടവർ ഇങ്ങനെ ധിക്കാരികളും ദൈവത്തെ അനുസരിക്കാത്തവർ, നമ്മെ അനുസരിക്കാത്തത് പോട്ടെ, നമുക്ക് പോട്ടെ നോക്കിയാം. കർത്താവായ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെങ്കിലും വിശ്വസിക്കുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുപോലുമില്ലാത്ത, നിങ്ങൾ കഷ്ടപ്പെടുന്നതോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതോ ഒന്നും ഒരിക്കലും കാണാത്ത, മനസ്സിലാക്കാത്ത കഠിനഹൃദയരും മർക്കടമുഷ്ടികളും ആയിട്ടുള്ള ആളുകളുടെ ഇടയിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എസെക്കിയേലിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ ജീവിക്കുമ്പോൾ നീ അവരോട് സംസാരിക്കണം. അവർക്ക് മാറ്റം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അവർ മാറുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ അടുത്ത് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ, അവരുടെ ഭവനത്തിൽ നീ ജീവിക്കുമ്പോൾ അവരെ പോലെ നീയും ധിക്കാരിയാകരുത്. കർത്താവ് പറയാം, നീ കുറേ നാൾ ഇയാളുടെ കൂടെ ജീവിച്ച് നീ അതുപോലെ ആയിത്തീരരുത്, അതുപോലെ ധിക്കാരിയാകരുത്, അതുപോലെ കഠിനഹൃദയ ആകരുത്, മർക്കടമുഷ്ടിയുള്ള ആൾ ആകരുത്. അങ്ങനെയുള്ളവരുടെ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ നീ ജീവിക്കുന്നത്. പക്ഷെ നീ ഒരിക്കലും അങ്ങനെ ആകരുത്. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനമാണ്. നമുക്കെല്ലാവർക്കും മാധുര്യം വേണം. മനുഷ്യരുടെ വാക്കുകൾ കേട്ട് അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറ്റപ്പെടുത്തലും പരാതിയും ഒക്കെ കേട്ട് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ചിന്തകൾ മാത്രം ഇങ്ങനെ കുടിയിരിക്കും. അങ്ങനെ ആ ചിന്തകൾ മാത്രം നമ്മുടെ തലയിൽ ഇങ്ങനെ കുടിയിരിക്കുമ്പോൾ നമുക്ക് നിരാശ, വേദന, വെറുപ്പ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്ത, ഇങ്ങനെ നമ്മൾ ആയിത്തീരും. കർത്താവ് ഇത് നേരത്തെ കൂട്ടി കർത്താവ് ഇത് മനസ്സിലാക്കി. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ അസ്ഥിയുടെ താഴ്വരയെ പറ്റി പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം പരിത്യക്തരായിരിക്കുന്നു. അവരങ്ങനെയാണ് കരുതുന്നത്. പരിത്യക്തരായെന്ന് അവർ കരുതുന്നു. അവരുടെ ജീവിതം നശിച്ചുപോയി എന്നവർ കരുതുന്നു എന്ന് കർത്താവ് എസെക്കിയേലിനൊരു ഒരു വാണിങ്ങും ഒരു വെളിപാടും എസെക്കിയേൽ പ്രവാചകന് നൽകുകയാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ച് നമ്മളും ഇതുപോലൊക്കെ ചിന്തിച്ചു പോകാനിടയുണ്ട്. അതുകൊണ്ട് എന്താ കർത്താവ് ചെയ്തതെന്നറിയാവോ? എസെക്കിയേൽ പ്രവാചകന് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് നേരത്തെ കൂട്ടി കാണുന്നു. കർത്താവ് അയക്കുന്നിടത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തകരേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ വിശ്വസിക്കണം. നീ ധിക്കാരിയായി തീരരുത്. കർത്താവ് പറയാം, നീ കഠിനഹൃദയനും എന്നെ ചോദ്യം ചെയ്യുന്നവനും മർക്കടമുഷ്ടിയും എനിക്കെതിരെ പിറുപിറുക്കുന്നവനും ആയിത്തീരുന്ന് ഇടയാകരുത്. പിന്നെ എന്താ വേണ്ടത്? നീ ഈ വചനം നീ ഭക്ഷിക്കുക. എന്നിട്ട് കർത്താവ് അവന് ഇങ്ങനെയാ ഒരു നീട്ടിയ കരവും അതിൽ ഒരു ലേഖന ചുരുളും കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ എസെക്കിയേലേ, എടാ നീ ഈ ഒരു വീട്ടിലേക്ക് നീ പോകാൻ പോകുന്നേ, ഇങ്ങനെ മർക്കടമുഷ്ടിക്കാരുടെ അടുത്തേക്ക് നീ പോകാൻ പോകുന്നത്, നീ തകർന്നു പോകാനിടയുണ്ട്. അതുകൊണ്ട് നീ തകരാൻ പാടില്ല. നീ ഈ ചുരുൾ ഭക്ഷിക്കുക. എന്തൊരു സ്നേഹമല്ല ദൈവത്തിന്. അതാണ് ദൈവം വിളിക്കുന്ന ആൾക്കാർ ദൈവം അങ്ങനെ സ്നേഹിച്ച് പൊതിഞ്ഞ് സംരക്ഷിച്ച് ദൈവം കൊണ്ടുപോയിക്കൊള്ളും. നമ്മൾ വലിയ ഭാരമൊന്നും എടുത്ത് നമ്മുടെ തലയിൽ വെക്കേണ്ട. കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ആരും കർത്താവ് വന്ന എൻ്റെ ജീവിതം ഭാരമായെന്ന് ഒരിക്കലും പറയാനിടയാകുകയില്ല. കാരണം കർത്താവിൻ്റെ ചുമട് ഭാരം കുറഞ്ഞതാണ്. അപ്പോൾ ചില ശുശ്രൂഷകരും അങ്ങനെ കർത്താവിനോട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഭയങ്കര ഭാര എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം? കർത്താവിൻ്റെ ഈ വചനം അവൻ ഭക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവന് ഭാരമായിട്ട് തോന്നുന്നത്. കർത്താവിൻ്റെ ജീവിതം ജീവിക്കുന്ന ഒരാൾക്ക് ഭാരമാകാത്ത വിധത്തിൽ കർത്താവിന് കൊണ്ടുപോകാൻ അറിയാം. ആ ചുരുള് ഈ എസെക്കിയേൽ പ്രവാചകൻ ഭക്ഷിക്കുകയാണ്. എത്ര മനോഹരമാണ്! ദൈവം ഇതാ നമ്മുടെ മുമ്പിലേക്ക് വചനം എടുത്ത് നീട്ടുകയാണ്.
നമ്മളും പരിത്യക്തരൊക്കെ നിഷേധികളുടെ കൂടെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണത്. മർക്കടമുഷ്ടിയുള്ളവരൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാണ്. സത്യമാ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ ദൈവത്തിൻ്റെ വചനം വന്ന് നമുക്ക് മാധുര്യം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നന്നായിട്ടറിയാം ദൈവത്തിന്. നമുക്ക് മാധുര്യം ആവശ്യമാണ്. പോട്ടടാ, സാരില്ലടാ, കുഴപ്പമില്ലടാ, ഞാനുണ്ട് കൂടെ, ഞാൻ നിന്നെ ബലപ്പെടുത്തൂടാ എന്നൊക്കെ ദൈവം നമ്മളോട് പറയണം നമുക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സ്വരം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതാ ഒരു ചുരുള് കർത്താവ് കൊടുക്കണം, വചനം കർത്താവ് കൊടുക്കണം. വചനം വേറൊന്നുമില്ല, ലേഖന ചുരുൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല വചനം. എന്നിട്ട് പറയാം, മോനെ നീ ഇത് കഴിക്കടാ. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് എന്തൊരു ഭയങ്കര സ്നേഹമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ അടുത്ത് നമ്മുടെ കർത്താവിനുള്ളത്. കഴിക്കണം. കർത്താവ് ശിഷ്യന്മാർ രാത്രി മുഴുവൻ വല വിരിച്ചിട്ട് ഒന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ വല്ല മത്സ്യം ഉണ്ടാ, എണ്ണയെ കുറച്ച് താ. അത് കൊണ്ടുവന്ന് കറി വെച്ച് തീ കൂട്ടി അതിൽ കറി വെച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയാം, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുക, കഴിക്കി. എന്തൊരു ഭയങ്കര സ്നേഹമല്ലത്. അത് കഴിച്ച ഒരുവൻ, ഇത്രയും സ്നേഹം അനുഭവിച്ച ഒരുവൻ എന്ത് കഷ്ടപ്പാട് വന്നാലും, അതുകൊണ്ട് സഹോദരങ്ങളെ, പത്രോസ്ലീഹ കുരിശിൽ പത്രോസ്ലീഹയെ കൊല്ലണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, എന്നെ കർത്താവ് മരിച്ച പോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ തല തിരിച്ച്. എത്ര ബുദ്ധിമുട്ടാണ് തല തിരിച്ച് കുരിശിൽ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഈ മനുഷ്യൻ അതിലൂടെ കടന്നു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം അവൻ അനുഭവിച്ചു. പിന്നെ എന്ത് കഷ്ടപ്പാട് വന്നാലും അവന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ആ ഒരു സംഗതി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമാണത്. അവന് മാധുര്യം, തേൻ പോലെ മാധുര്യം അവനതിൽ അനുഭവിക്കുകയാണ്. നമ്മളത് അനുഭവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം. ഇനി ഈ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകനെ ദൈവം അതിനെ വെറുതെ വിടുന്നില്ല. ഈ മർക്കടം മുഷ്ടിക്കാരെ, ഈ കഠിന ഹൃദയരെ എന്താ ചെയ്യുക? ചില വീടുകളിൽ ചില ഭർത്താക്കന്മാർ, ഭാര്യമാർ, അപ്പന്മാർ, അമ്മമാർ, മക്കൾ ഒക്കെ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രഗിളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനമൊക്കെ അവർക്ക് മാധുര്യമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാലും അവർ കടന്നു പോകേണ്ട ഒരു വലിയൊരു വേദനയുണ്ട്. അത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞുതരാം. നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു സംഗതി നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാവണത്? എനിക്ക് എന്താ ഇതെല്ലാം സഹനങ്ങൾ എനിക്ക് പിന്നെയും വരണത്? എൻ്റെ മക്കളെ, രോഗമായാലും പീഡയായാലും ക്ലേശമായാലും എസെക്കിയേൽ പ്രവാചകൻ്റെ അടുത്ത് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാം, നീ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക, ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപം ഞാൻ നിൻ്റെ മേൽ ചുമത്തും. മക്കളെ, ഈ മാധുര്യം അനുഭവിച്ച് കഴിഞ്ഞിട്ട് എസെക്കിയേൽ പ്രവാചകൻ്റെ അടുത്ത് ദൈവം പറയുന്നത് എന്താണെന്നറിയാവോ? നീ കടന്നു പോകോ ഇതിലൂടെ? ഞാൻ കുടിക്കുന്ന പാനപാത്രം, ഞാൻ മുങ്ങുന്ന മാമുദീസ നിനക്ക് പറ്റുമോ മോനെ? ഈശോയുടെ 12 ശിഷ്യന്മാരിൽ യൂദാസിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മത്യാസിനെ തിരഞ്ഞെടുത്ത ആ 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാരും രക്തസാക്ഷികളാണ്. ഇന്ന് രക്തസാക്ഷികളല്ല അല്ലേ പലപ്പോഴും നമ്മളാരും. കർത്താവ് പറയുക, മോനെ എസെക്കിയേലേ, എൻ്റെ മാധുര്യം അനുഭവിച്ച മോനെ, നീ ഒരു കാര്യം ചെയ്യാവോ? എന്താണെന്നറിയാവോ? നീ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം ഞാൻ നിൻ്റെ മേൽ ചുമത്തുന്നത് നീ ഒന്ന് ഏറ്റെടുക്കാവോ? ഇത് ആരുടെ മേലെങ്കിലും ചുമത്തണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായ ക്രിസ്തു അതെല്ലാം ഏറ്റെടുത്തു, എല്ലാം ഏറ്റെടുത്തു. അതിൽ നിന്ന് ഒട്ടും ഒരു മാറ്റമില്ലാതെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, എസെക്കിയേൽ പ്രവാചകൻ്റെ അടുത്ത് കർത്താവ് പറയുകയാണ്, ഇത് ഞാൻ നിൻ്റെ മേൽ ചുമത്തട്ടെ. ഇത് മുഴുവൻ വഹിക്കാനുള്ള കഴിവൊന്നും എസെക്കിയേലിനില്ലെന്ന് കർത്താവിനറിയാം. പക്ഷേ ഒരല്പമെങ്കിലും ആ കുടുംബത്തിലുള്ള ഒരാൾ, ഇസ്രായേൽ കുടുംബത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ ഫാമിലിയിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാൾ ആ ഭാരം ഒന്ന് ചുമക്കാൻ പറ്റുമോ നിനക്ക്? കർത്താവ് ചോദിക്കുക. എന്നിട്ട് കർത്താവ് എങ്ങനെ ചെയ്തത്? അങ്ങനെ ഇടതുവശം നീ ചെരിഞ്ഞു കിടക്കണം, ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. ശ്രദ്ധിക്കണം കേട്ടോ, 390 ദിവസം ഇടതുവശം ചെരിഞ്ഞ് നീ കിടക്കണം. വെറുതെ കിടന്നാൽ പോരാ. കർത്താവിൻ്റെ വചനം പറയുക, നിൻ്റെ ഉപരോധത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നത് വരെ
നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വിരിഞ്ഞു കെട്ടുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മളൊക്കെ രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടന്ന വശം ഏത്, എഴുന്നേൽക്കുന്ന വശം ഏത്, നമ്മളാരും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷേ ഇവിടെ കർത്താവ് പറയാ, ശ്രദ്ധിക്കുക, നീ ഇടതുവശം മാത്രം ചേർന്ന് കിടക്കുക, നീ തിരിയാൻ പാടില്ല. ഒരു വശം ചെരിഞ്ഞ് ഒരു മനുഷ്യന് എത്ര സമയം കിടക്കാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും രോഗപീഠയാൽ കിടക്കുന്ന ഇടത്ത് തന്നെ കിടക്കേണ്ട അവസ്ഥയുള്ള ആരെങ്കിലും ഇപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസെക്കിയേലിൻ്റെ സഹനമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അങ്ങോട്ട് വിചാരിച്ചേക്കുക. വലിയ വേദനയുടെ കിടപ്പിൽ വാർദ്ധക്യത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഭാഗമായി എൻ്റെ പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇപ്പോൾ കിടക്കുന്ന കിടപ്പിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ എസെക്കിയേൽ പ്രവാചകനെ 390 ദിവസം അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാൻ പോലും പാടില്ലായിരുന്നു, അങ്ങനെ കിടന്നു. അങ്ങനെ 390 ദിവസം എന്ത് ഭക്ഷിക്കണം ദൈവം പറയാം, എന്ത് കുടിക്കണം, ഇന്ന സാധനം നീ കഴിക്കാൻ പാടുള്ളൂ, ഇത്ര അളവ് നീ കഴിക്കാൻ പാടുള്ളൂ, ഇത്ര അളവ് വെള്ളമേ നീ കുടിക്കാൻ പാടുള്ളൂ. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്ന് മാത്രമല്ല, മനുഷ്യമലം കൊണ്ട് ചുട്ടിട്ട് വേണം, മനുഷ്യമലം കത്തിച്ചിട്ട് അതുകൊണ്ട് വേണം ഈ അപ്പം ചുടാനായിട്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. എസെക്കിയേൽ പറഞ്ഞു, അതെങ്കിലും ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ കർത്താവ് പറയാ, എന്നാൽ നീ ചാണകം കൊണ്ട് നീ കത്തിച്ച് അത് ചുട്ടെടുത്തോ മോനെ എന്ന് കർത്താവ് പറയാ. കർത്താവ് ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ, ഈ ഭാരം, ഈ കുടുംബത്തിൻ്റെ ഭാരം, നമ്മുടെ കുടുംബത്തിൻ്റെ പാപഭാരം. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിശ്വസ്തനായ ഭർത്താവ് വിശ്വസ്തയായ ഭാര്യ മൂലം, അവരുടെ വിശ്വാസം മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നു. തിരിച്ചും അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞ ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ പാപത്തിൽ മുങ്ങിക്കുളിക്കുന്ന മർക്കടം മുഷ്ടിക്കാരും കഠിനഹൃദയരും ഉണ്ടാവും. നമുക്ക് ഇട്ടുപോകാനാണ് തോന്നുക. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയാനാണ് തോന്നുക. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല, ആരും കുറ്റം പറയില്ല. കാരണം അത് വലിയ വേദനയാണ്. ഞാൻ മദ്യമയക്കുമരുന്നും ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ. എത്രയോ പ്രാവശ്യം എന്നെ മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ പറ്റിച്ചിട്ടുണ്ടെന്നറിയുമോ? എത്രയോ പ്രാവശ്യം. പക്ഷെ അതിലേറെ പ്രാവശ്യം പലപ്പോഴും അവരെന്നെ വളരെ പോസിറ്റീവായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മദ്യമയക്കുമരുന്നൊക്കെ ഉപേക്ഷിച്ച് വന്നിട്ട് ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അച്ഛൻ ഒരിക്കലും, ഇവൻ വളർന്നതിന് ശേഷം എനിക്ക് സമാധാനം തന്നിട്ടില്ല, ഇവൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു അപ്പച്ചനും അമ്മയും കൂടി വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എഴുന്നേൽക്കാതിരുന്നെങ്കിൽ അതാണ് നല്ലത് അച്ചോ, അങ്ങനെ വലുതാക്കി തരാൻ പറ്റുമോ? പക്ഷെ ഇവരൊക്കെ അത്ഭുതപ്പെട്ടത് എന്താ പറയുക, ഇവരൊക്കെ തിരിച്ചു വരുന്നത് കണ്ടിട്ട് ഈ മാതാപിതാക്കൾ കടന്നുപോയ വേദന ദൈവം കണ്ടിട്ടുണ്ട്. അവർ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല, എപ്പോഴും ബഹള. പിന്നെ എപ്പോഴും ഉറങ്ങാൻ പറ്റുക? ഒരു അമ്മ എന്നെ വിളിച്ച് പറയായിരുന്നു, അച്ചോ ഉറങ്ങാൻ പറ്റില്ല, രാത്രി ഇവൻ ടി വി വെച്ചിട്ട് ഉറക്കെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് ടി വി വെച്ച് കാണുന്നത്, ഇവന് ഉറങ്ങാൻ പോലും പറ്റണമെന്നില്ല അച്ചോ. സഹോദരങ്ങളെ, ഈ അമ്മയുടെ വേദന, സഹനം, ഈ മകൻ്റെ പാപഭാരം അമ്മയുടെ മേൽ കുറച്ചെങ്കിലും ചുമത്താൻ, ഒരല്പമെങ്കിലും ചുമത്താൻ കർത്താവിൻ്റെ കുരിശ് താങ്ങിയ ശിമയോൻ്റെ പോലെ കർത്താവിൻ്റെ ഈ പാപഭാരം താങ്ങുന്ന കർത്താവ്, സഭ എന്ന രീതിയിൽ താങ്ങുന്ന കർത്താവ്, അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൊളോസോസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ ഞാനത് നികത്തുമെന്ന് പൗലോസ് ലേഖ പറയുന്നില്ലേ? അതുപോലെ ഇവിടെ സംഭവിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ അത് ഏറ്റെടുക്കുന്നു. ഒരു സൈഡ് ചെരിഞ്ഞ് 390 ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, അടുത്തത് നീ വലതുവശം ചെരിഞ്ഞ് കിടക്കുക. എത്ര വർഷം? 40 വർഷത്തിൻ്റെ ഭാഗമായി 40 ദിവസം. അപ്പോൾ 390 കഴിഞ്ഞപ്പോഴേക്കും ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം, ഒരെണ്ണം കഴിഞ്ഞുള്ളൂ കർത്താവ്, അടുത്തത് വന്നോ എന്ന് പറയുന്ന പോലെ. എസെക്കിയേലിന് അതുപോലെ തന്നെ ഒരു അനുഭവമാണ്. 40 ദിവസം ഈ മനുഷ്യൻ വലതുവശം ചെരിഞ്ഞ് കിടക്കുകയാണ്. ഭക്ഷണമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം. എന്നാൽ ദൈവം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ സഹോദരങ്ങളെ? ഈ മർക്കട മുഷ്ടിക്കാരുടെ ഒരിക്കലും നീ ധിക്കാരിയാവാൻ പോകാൻ പാടില്ല. നീ വചനം ഭക്ഷിച്ച് നീ ശക്തിപ്പെടുത്തണം. നീ ധിക്കാരിയാവും, നീ കഠിനഹൃദയനാവരുത്. നീ ഭാരം ഏറ്റെടുത്താൽ ഒരു അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് പ്രവചിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരും.
എസെക്കിയേൽ പ്രവചിച്ചപ്പോൾ എന്താ ഉണ്ടായത്? പ്രവചനത്തിൽ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് എസെക്കിയേൽ വഴിയായിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. വളരെ 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 മനോഹരമായിട്ടുള്ളൊരു കാര്യം. അസ്ഥിയുടെ താഴ്വരയിൽ നിന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ പ്രവചിക്കടാ, നീ പ്രവചിക്കടാ. കർത്താവ് കൊണ്ടുപോയി നിർത്തുക, ഈ ഭാരമൊക്കെ ഏറ്റെടുത്ത മോനല്ലേ, നീ പ്രവചിക്കടാ. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ കിരികിരാ ശബ്ദം കേട്ടു എന്നാണ് വചനത്തിൽ പറയുന്നത്. നോക്കിയപ്പോൾ അസ്ഥിയെല്ലാം ഒരുമിച്ച് വന്ന് അതുമേ മാംസവും ചോരയും ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ജീവനുണ്ടായിരുന്നില്ല. അപ്പോഴും വലിയൊരു സൈന്യം പോലെ അത് കാണപ്പെട്ടു എന്ന് വചനത്തിൽ പറയുകയാണ്. വലിയൊരു സൈന്യം പോലെ അത് കാണപ്പെട്ടു, ജീവനുണ്ടായിരുന്നില്ല. കർത്താവ് പറഞ്ഞു, എടാ വീണ്ടും നീ പ്രവചിക്കടാ, നീ പ്രവചിക്ക്, ജീവവായുവിനോട് വരാൻ പറയും, ജീവനുണ്ടാവും ഇവിടെ, നീ പ്രവചിക്ക്. കാരണം ഇതിലൂടെ ഒക്കെ നീ കടന്നുപോയ ഒരു മോനാണ്. ഇനി നീ ചെയ്യേണ്ടത് പ്രവചിക്ക്. ഇനി മഴയാണ് സഹോദരങ്ങളെ, നീ വെള്ളം കോരി ബുദ്ധിമുട്ടണ്ട, നീ ടാപ്പ് തുറക്കാനൊന്നും നിൽക്കണ്ട, നീ നനയ്ക്കാനായിട്ട് ഓസും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കണ്ട. നിൻ്റെ പൂന്തോട്ടത്തിൽ ഇനി മഴ പെയ്യും, മഴ പെയ്യും. അവന് പറയാം, നീ പ്രവചിക്കടാ. അവൻ പ്രവചിച്ചപ്പോൾ വചനം പറയുക, 4 വശത്ത് നിന്ന് ജീവവായു വന്ന് അവരെ അഭിഷേകം ചെയ്തു. അവരങ്ങോട്ട് നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന മർക്കടമുഷ്ടിക്കാരുടെയും കഠിന ഹൃദയരുടെയും ഒക്കെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ തകരരുത്, തളരരുത്. തളർന്നു പോകുമ്പോൾ കർത്താവിൽ നിന്ന് ബലം സ്വീകരിച്ചേക്കണം, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചേക്കണം. വേറെ ആൾക്കാരുടെ അടുത്ത് പോയി കുറ്റം പറയാനോ, വേറെ ആൾക്കാരുടെ അടുത്ത് പോയി ഇവനെ ശപിക്കാനോ, മനസ്സ് മടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു പോകാൻ സാധ്യതയുള്ളതാണ്. ഒരിക്കലും അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? വചനമെടുത്ത് ദാഹത്തോടെ വചനമെടുത്ത് ശക്തി പ്രാപിക്കുക. പാപഭാരം, വേറൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാനായിട്ടുള്ള കഴിവ് നമുക്കൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരല്പം ദൈവം ചുമത്തുന്നത് 390 വർഷത്തിന് വേണ്ടിയിട്ട് ദൈവം ചുമത്തിയത് 390 ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ എസെക്കിയേലിനോട് വഹിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടുള്ളൂ. അത് വളരെ ചെറിയ ഒരു പ്രത്യേകമായ രീതിയിൽ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഇതുപോലെ നമ്മോട് ആവശ്യപ്പെടുമ്പോഴും നമുക്ക് ചെയ്യാം. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് ജീവൻ വെപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹൽ പദ്ധതിയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് ദൈവം ഇങ്ങനെ വീണ്ടും ജീവിപ്പിക്കുന്ന, ജെറമ്യ പ്രവാചകൻ വഴി പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്. അതിനാണ് പ്രിയമുള്ളവരെ നമ്മളെ ദൈവം ഇങ്ങനെയുള്ള ദൈവനിഷേധികളുടെ അടുത്തേക്കോ അങ്ങനെയുള്ളവരുടെ അടുത്തേക്കോ കഠിന ഹൃദയരുടെ അടുത്തേക്കൊക്കെ അയക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അത് നമ്മുടെ നഷ്ടത്തിനോ നാശത്തിനോ തകർച്ചയ്ക്കോ ഇവരൊക്കെ കൂടെ ജീവിച്ച് ഞാൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല. അങ്ങനെ ആരും നശിക്കാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ച് ആത്മാവിനാൽ നിറഞ്ഞതുപോലെ നമ്മെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ.